ഹായ് ഫ്രണ്ട്സ്, വിജി രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 94 ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് വളരെ ചുരുക്കിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോ തുടങ്ങിയിട്ട് 96 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ദിവസമേ ഇനി ഉള്ളൂ. അപ്പോൾ നമുക്ക് എപ്പിസോഡ് വരുന്നത് ഒരു ശനിയാഴ്ച ദിവസമായിരിക്കും ഇവരെല്ലാവരും ബിഗ് ബോസ് കയറിയിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് പ്രീമിയർ ഷോ നമ്മൾ കാണുന്നത്. തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ലൈവ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ വരുന്ന ഞായറാകുമ്പോൾ 100 ഡേയ്സും പൂർത്തിയാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് 94 ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കാണുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കണ്ണാടി കൂടും കൂട്ടി ആ പാട്ടാണ് ഇട്ട് എല്ലാവരും അടിപൊളിയായി ഡാൻസ് കളിച്ചതിന് ശേഷം ലിവിംഗ് റൂമിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. പലരും പല ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയം ബ്ലൈൻഡ്സ് ഇങ്ങനെ പൊക്കുന്നുണ്ട്. ശ്രീത് നോക്കിയിട്ട് വാങ്കേ അങ്ങ് ആരോ കോലമായിട്ട് നിൽക്കുന്നത്, ചട്ടിയും കലവുമായി നിൽക്കുന്നതെന്ന്. അപ്പോൾ അത് വേറെ ആരുമല്ല, അങ്ങേ നിന്നത് നമ്മ റസ്മിൻ അക്കാതെ. അപ്പോൾ റസ്മിൻ എന്താണെന്നറിയാവോ, ഒരു നോക്കുകുത്തിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ഷോയിലുണ്ടായിരുന്ന സമയത്ത് പലരുടെയും നോക്കുകുത്തിയായി റസ്മിൻ നിന്നതിൻ്റെ പ്രതീകമായിട്ടായിരിക്കും ഈ ഒരു വേഷം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ റസ്മിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യാം, ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ചല്ലേ പറ്റും. വിഷയക്കഥ കല എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ നിൽക്കുന്നത് റസ്മിനാണ്. എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല റസ്മിൻ ഇങ്ങനെ തിരയുകയാണ്. ആരെയാണെന്നറിയാമോ, ജാസ്മിനാണ്. ജാസ്മിൻ കുളിക്കാൻ കയറിയിരിക്കുന്നു. കുളിക്കാൻ ഒത്തിരി സമയം വേണമല്ലോ. അതിനുശേഷം ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നു. റസ്മിൻ ഇതാ ഇപ്പോൾ അഭിഷേകനെ കാണുന്നു. എൻ്റെ പൊന്ന അഭിഷേക്, താൻ എന്തോടെ തൻ്റെ ഒടുക്കത്തെ ഫാനാണ് എൻ്റെ അനിയത്തി എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം റസ്മിൻ നേരെ പോകുന്നത് വാഷ്റൂം ഏരിയയിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനോട് കുളിക്കുക. കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിൻ പുറത്തിറങ്ങുന്നത്. ജാസ്മിൻ ഇങ്ങനെ തുണി വിരിക്കാൻ പോകുന്നുണ്ട്, തിരിഞ്ഞ് നോക്കുന്നില്ല. ആ സമയത്ത് ഋഷി ഡി ജാസ്മിനെ എന്ന് വിളിക്കുന്നു. അപ്പോഴിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നു. ആദ്യം മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ആശാത്തിക്ക് മനസ്സിലായത് തൻ്റെ അരുമത്തോഴിയായ റസ്മിനാണ് വന്നിരിക്കുന്നതെന്ന്. രണ്ടുപേരും ഓടി വന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ റസ്മിൻ പറയുകയാണ്, ഡോണ്ട് ട്രസ്റ്റ് എനി വൺ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ജാസ്മിൻ വല്ലാതെ നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അർജുൻ ശ്രീധുവിനെ കുറിച്ച് ചോദിക്കുന്നു, അവരല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ സമയം നമ്മുടെ ബിഗ് ബോസ് റസ്മിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ലൈവിൽ. പക്ഷേ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല. എന്തായാലും അവരിങ്ങനെ സംസാരിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞപ്പോൾ നമുക്ക് അകത്ത് പോകാം, താമരയിലയിൽ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ താമരയിൽ പോകുന്ന വഴിക്ക് റസ്മിൻ ആ ഒരു 4 ഡേയ്സ് ടു ഗോ എന്നില്ലേ അത് കാണിച്ചിട്ട് പറഞ്ഞു, വെറും 4 ദിവസമേ ഉള്ളൂ, നീ നന്നായി കളിക്കുക എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഒരു പരിചയമില്ലാത്തൊരു അതിഥി നമ്മുടെ ഹൗസിലേക്ക് വരുന്നുണ്ട്. കുറച്ച് പുട്ടൊക്കെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇത് ആരാണെന്ന രീതിയിൽ. അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടും കടലക്കറിയും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും എന്താ പറയുക ടേബിളിൽ പിടിച്ചിരുത്തിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുന്നു. ഈ സമയം നമ്മുടെ ജിൻ്റപ്പൻ, എൻ്റെ പൊന്നോ ജിൻ്റപ്പൻ, വേണ്ടതാ ഇവിടെ ഇരിക്കൂ, ജാനകി ഇരിക്കൂ നമ്മളുടെ പൂരി ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധിക്കുന്നു. അങ്ങനെ ജാനകി ഇരുത്തി ഫുഡ് കഴിപ്പിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അവരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ജാനകി ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് എൻ്റെ ഹസ്ബൻഡ് അഭിരാമും എൻ്റെ മകൾ പൊന്നൂസും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അഭിരാമും പൊന്നൂസും വരുന്നുണ്ട്. നല്ല ക്യൂട്ട് മകളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, മോളെ എന്താണ് പേര്? ശാശാ ശ്രീനാഥ്. ഇതാരെ ഉടുപ്പ് വാങ്ങി തന്ന അമ്മയാണോ അച്ഛനാണോ? ഇല്ല മാമൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരെ സീരിയലിൻ്റെ പാട്ടാണ് ടി വിയിൽ കാണിക്കുന്നത്. എല്ലാവരും ഇരുന്ന് കാണും. അതിനുശേഷം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, ഒരു കൂട്ടുകുടുംബമാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പേരൻസും ഗ്രാൻഡ് പേരൻസും ഉണ്ട്, 2 ബ്രദറുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ആ സോഷ്യൽ സീരിയൽ കഥ അതിനെക്കുറിച്ചായിരിക്കും. എനിക്ക് സീരിയൽ കാണാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ആ ഭാഗത്തോട്ടേ പോയില്ല, സ്കിപ്പ് ചെയ്ത്. നമ്മുടെ സാഷക്കുട്ടിയാണെങ്കിൽ റാം ബാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അർജുനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരിയോനേ റഹ്മാനേ ആ പാട്ടൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മിടുക്കി കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഇവിടെ നിന്ന് മടങ്ങാനുള്ള സമയമായി. അവർ താങ്ക്സ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് സീരിയലിലെ ആൾക്കാർ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുന്നത്. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മുടങ്ങാതെ കാണുക. തിങ്കൾ ടു വെള്ളി വരെ ജൂൺ 17 രാത്രി 9 മണിക്ക് ജാനകിയുടെയും അഫിയുടെയും വീട് കാണുക മാത്രമല്ല ഞങ്ങൾ സപ്പോർട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ടാറ്റ ബൈ പറഞ്ഞവരത് പോയി. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ മതിൽ ചാടി ജയിൽ പുള്ളികളായ 2 കൊലയാളികൾ ഇതിനകത്ത് ഏത് നിമിഷവും നിങ്ങളെ കൊല്ലാനായിട്ട് വരാം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നേറാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തരായിട്ട് കൺഫെഷൻ റൂമിൽ പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം നമ്മുടെ യമുനയാണ് പോകുന്നത്. പേടിയുണ്ടോ?
അപ്പോൾ പറഞ്ഞു ജമിനിക്ക് ഇച്ചിരി പേടിയുണ്ട്. അപ്പോൾ ജിൻഡോയും പറഞ്ഞു വന്നാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിൽ സംസാരിക്കുന്നു. കാര്യങ്ങൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് പേടിയൊന്നുമില്ല, ആ കൊലയാളിയുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്ന രീതിയിൽ. അഭിഷേകനാണെങ്കിൽ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിരോധിക്കുക എന്ന രീതിയിൽ സംസാരിക്കുന്നു. ജാസ്മിനെ വിളിച്ചിട്ട് പറയുന്നു ഈ കൊലപാതകം നടത്താനുള്ള കൊലയാളിയുടെ അസിസ്റ്റൻ്റ് താങ്കളാണ്. അപ്പോൾ ആ കൊലയാളി വന്ന് നിങ്ങളടുത്ത് നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ബോബിസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തത് കാണിക്കുന്നത് അർജുനാണ്. അപ്പോൾ അർജുനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ പോകുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അർജുൻ അതാ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സമയമാകുന്ന സമയത്ത് ഫോൺ വൈബ്രേഷനാണുള്ളത്. ഈ ഫോണിൽ നിന്ന് ആരെയും അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, കോൾ വരും. ആ വരുന്ന സമയത്ത് വളരെ രഹസ്യമായിട്ട് വന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് സമയവും സന്ദർഭവും എങ്ങനെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നു. പക്ഷേ ഇപ്പോൾ അർജുൻ്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഈ അസിസ്റ്റൻറ്റിന് ഒരാളുണ്ടല്ലോ അവരെ കണ്ടുപിടിക്കുക. അതിൻ്റെ ക്ലൂ എന്താണെന്ന് വെച്ചാൽ നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുക. അപ്പോഴവർ അല്ല ബോബിസ് എന്ന് പറയുന്ന ആളാണ് നിൻ്റെ അസിസ്റ്റൻറ്റ്. അങ്ങനെ ആദ്യം പോയി അർജുൻ എല്ലാവരോടും ചോദിക്കുന്നു. പക്ഷേ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞു അല്ല ബോബിസ്. കേട്ടുപോയത് കേൾക്കാതെ പോയത് നേരെ അർജുൻ അവിടെ പോകുന്നു. വാഷ്റൂം ഏരിയ പോയിട്ട് മൈക്ക് ക്യാമറ നോക്കി പറയുന്നു ബിഗ് ബോസ് ഞാൻ അസിസ്റ്റൻറ്റിനെ കണ്ടെന്ന്. ആ സമയം ഫോൺ ബെല്ലടിക്കുന്നു. എന്നിട്ട് പറയുവാണ് ജാസ്മിനെ വിട്ട് ശ്രീരേഖയുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്ന സമയം ആര് മരിക്കും? ശ്രീരേഖ മരിക്കും. ഓക്കെ, അങ്ങനെ ജാസ്മിൻ ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രീരേഖ വന്ന സമയത്ത് അർജുൻ പറയുന്നു എവിടെ നിന്ന് ഒരു രക്ഷി പാലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടല്ലോ, പുതുമഴയായി. അങ്ങനെ പറയുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ശ്രീരേഖ താങ്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റോർ റൂമിനകത്ത് താങ്കൾക്കുള്ള വെള്ള വസ്ത്രമുണ്ട്, എടുത്ത് ഫ്രണ്ടിൽ ശവക്കല്ലറ പോലെയുണ്ട്, ശവക്കോട്ടയുണ്ട്, അവിടെ ഈ ഡെഡ് ബോഡിയെ കൊണ്ട് ഏൽപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെ അർജുൻ ദാ ശ്രീരേഖയെ എടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. എന്നിട്ട് നേരെ കല്ലറയ്ക്കൽ കൊണ്ടുവച്ച് എല്ലാവരും കൂടി വളഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യ കൊലപാതകം ദാ നടന്നിരിക്കുന്നു. അതിനുശേഷം എല്ലാവരും സംസാരിച്ച സമയത്ത് വയറിന് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അർജുൻ ബാത്റൂമിൽ പോകുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ റസ്മിനും ജാസ്മിനും ഒക്കെ വരുന്നുണ്ട്. ജാസ്മിനെ അറിയാം, പക്ഷേ റസ്മിൻ വന്ന സമയത്ത് ബിഗ് ബോസ് കണ്ടു പുറത്താളുണ്ട് പതുക്കെ സംസാരിക്കാനായിട്ട്. ബിഗ് ബോസ് നമ്മുടെ അർജുനൻ ഷെയർ ചെയ്ത കാര്യം ജാസ്മിൻ അറിയിക്കുന്നുണ്ട്. ജാസ്മിൻ വളരെ തന്ത്രപൂർവ്വമായിട്ട് ഈ തത്തയുടെ സ്റ്റാച്ചുവിനകത്ത് റസ്മിൻ തൊടണം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും റസ്മിൻ തൊടുന്നില്ല. കുറേ എന്തോ ഇങ്ങനെ പ്രോപ്പർട്ടി നശിപ്പിക്കില്ല അർജുൻ പറയുന്നുണ്ട്. ആ ഒരു തക്കം നോക്കിയിട്ട് ജാസ്മിനാണ് റസ്മിൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ആ തത്തയിൽ മേൽ തൊടിയിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് റസ്മിൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 2 കൊലപാതകം നടന്നിരിക്കുന്നു. എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ഈ സമയം നമ്മുടെ CID രാംദാസ് ഒന്ന് പറയുകയാണ് ഇവിടെ ഞാനൊന്ന് മാറിയ സമയത്തേക്ക് 2 കൊലപാതകം നടന്നിരിക്കുന്നു. ഇതൊരു സീരിയൽ കില്ലറാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗം ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 CIDമാർ ഉടൻ തന്നെ ഇത് കേസ് അന്വേഷിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കേസ് അന്വേഷിക്കാൻ വന്ന CIDകൾ വേറെ ആരുമല്ല ജിൻഡപ്പനും ഋഷിയുമാണ് കേട്ടോ. ഈ സമയം ജാസ്മിൻ്റെ കയ്യിലാണ് ഈ ഫോൺ. അതായത് അർജുൻ്റെ പിറകെ ഇങ്ങനെ ശ്രീതു നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസ് വിചാരിച്ച് എന്തായാലും ഇത് പണി പാളും. അങ്ങനെ ബിഗ് ബോസ് അർജുനോട് പറഞ്ഞു ഫോൺ ജാസ്മിനെ കൈമാറാൻ. ജാസ്മിൻ വാഷ്റൂം ഏരിയയിൽ പോയ സമയത്ത് ഫോൺ വിളിക്കുന്നു, രഹസ്യം കൈമാറുന്നു. രഹസ്യം വേറൊന്നുമല്ല, അടുത്ത് കൊല ചെയ്യപ്പെടേണ്ടത് അഭിഷേകമാണ്. അതായത് ഒരു സ്പൂൺ താഴെ ഇടുക, അർജുൻ താഴെ ഇടുക, അത് അഭിഷേകം എടുക്കുക. ഇതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 2 കൊലപാതകങ്ങൾ ജാസ്മിൻ ചെയ്തിരിക്കുന്നു, 1 കൊലപാതകം അർജുൻ ചെയ്തിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അഭിഷേകം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 3 ഡെഡ് ബോഡീസിനെയും എടുത്ത് ശവക്കല്ലറക്കരിയിൽ കൊണ്ടുവന്നിരിക്കുന്ന അർജുൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ അഭിഷേകിൻ്റെ വൈഫായിട്ട് ജാൻമണിയാണ്. ജാൻമണി ഭയങ്കര കരച്ചിലാണ്, 1.5 മാസം പ്രഗ്നൻ്റ് ആണ്. അയ്യോ ഞാൻ വിധവയായി, ഇതിനെല്ലാത്തിനും കാരണം അവളാണെന്ന രീതി. അതായത് പൂജ ഒരു അഭിഷേകിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ CIDമാർ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുന്നു. ഈ അവസരത്തിലാണ് ബിഗ് ബോസ് പറയുന്നത് CIDകൾ ഇറങ്ങിയിട്ടും വീണ്ടും ഇവിടെ കൊലപാതകം നടന്നിരിക്കുന്നു, അഭിഷേകൻ മരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും പൂജ അയ്യോ ഞാനല്ല ചെയ്തെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഋഷി പറയും നീ ഒന്ന് കരയണ്ട, നീ കുറേ വെള്ളം കുടിക്കും, ഞങ്ങൾ നിന്നെ വെള്ളം കുടിപ്പിക്കും എന്ന് പറയുന്നതോടുകൂടെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീരുന്നുണ്ട്. അതിനുശേഷം BB+ ആണ് കാണിക്കുന്നത്. BB+ അർജുനെ ചോദ്യം ചെയ്യുന്ന രംഗമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അർജുനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എന്നാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ അഡ്രസ്സ് പറയൂ, നിങ്ങളുടെ ശമ്പളം എത്രയാണെന്നൊക്കെ ഒരു കാലുമേൽ കാലട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഋഷി പറയുന്നു ഇത്ര ശമ്പളത്തിൽ ഇത്ര ആറ്റിറ്റ്യൂഡ് വേണ്ട എന്ന രീതിയിലൊക്കെ ലൈവിൽ അത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം റൂമിൽ ഒരാൾ കിടക്കുന്നത് വേറെ ആരുമല്ല അപ്സരയാണ് കേട്ടോ. എല്ലാവരും വന്ന് നോക്കുന്നു, ആരായിരിക്കും, ഉണങ്ങിയ ആളാണല്ലോ, സ്ലിം ആയിട്ടുണ്ടല്ലോ, ഗബ്രിയാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു പിന്നെ അവൻ ആരെ വലിച്ച് ചെറുതാക്കിയത്, ഗബ്രിയൊന്നുമല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ ഗബ്രിയൊന്നുമല്ല, അപ്സരയാണ്. അപ്സര അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു, ജാസ്മിനേക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ പോയതിന് ശേഷം ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ട്. ജാൻമണി എന്നെ പുകഴ്ത്തി പറയുക, ജിൻഡോ ചേട്ടനാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ആ
സ്കീ ഐസ്ക്രീമിൻ്റെ ആ സ്ഥലം വരെ എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ജിൻഡോ എടുത്ത് നോക്കിയിട്ട് എൻ്റെ അമ്മോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന രീതിയിൽ ആ കളിയും ചിരിയും സംഭാഷണവും അവിടെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. CIDമാരായ ഋഷിയെയും ജിൻഡോയെയും വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടെത്തിയ കൊലയാളികൾ ആരാണ്? അപ്പോഴത്തേക്ക് അർജുനെയും അതുപോലെ ജാസ്മിനെയും പറയുന്നു. അപ്പോൾ അർജുൻ പറഞ്ഞു നിരപരാധികളെയാണ് പറയുന്ന രീതിയിൽ. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ കൊല ചെയ്യപ്പെട്ട 3 പേരുണ്ടല്ലോ, ശ്രീരേഖയും അഭിഷേകും റസ്മിനും, ഇവർക്ക് ആരെയാണ് സംശയം എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് അവർ ജാൻമണിയെയും അതുപോലെ യമുനയൊക്കെ പറയുന്നു. അപ്പോൾ പൂജ പറഞ്ഞു ഓ ഭാഗ്യ ആരും എന്നെ പറഞ്ഞു എന്ന രീതിയിൽ. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ ഇനി ഇവിടെ കൊല ചെയ്യപ്പെട്ട വ്യക്തികളുണ്ടല്ലോ അവരൊന്ന് എണീറ്റ് നിൽക്കാൻ. അർജുൻ അപ്പോൾ എടുത്തു പറയണം കൊല ചെയ്യപ്പെട്ടവർ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് അർജുനും ജാസ്മിനും എണീക്കുന്നുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനുവാദം കൊടുത്ത സമയത്ത് ഫോണൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഋഷിക്കും ജിൻഡോയ്ക്കും ഒരു ഡൗട്ട് തോന്നാൻ കാരണം ശ്രീതു കൊടുത്ത ഹിൻ്റാണ്. ശ്രീതു പറഞ്ഞു എനിക്ക് ഡൗട്ട് അർജുൻ മേലും അതുപോലെ ജാസ്മിൻ്റെ അടുത്തും ഉണ്ടെന്നുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് ആ രംഗോടെ കഴിഞ്ഞിട്ടുണ്ട്. ജിൻഡോയ്ക്ക് ഋഷിക്കൊക്കെ അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എന്താ മെയിൻ എൻട്രൻസിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അഭിഷേക് പറഞ്ഞ ആരടാ ഇത്ര ഗതികെട്ട പാഴ്സൽ എന്ന രീതിയിൽ. അത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ രതീഷാണ്. അപ്പോൾ രതീഷ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് രതീഷ് എനിക്ക് മുള്ളണം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്ത് ഭയങ്കര സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ജാസ്മിനെ കണ്ട പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. മണിക്കുട്ടിക്കുറുമ്പുള്ളരം വിളിയാടി ആ പാട്ടൊക്കെ പാടിയതിന് ശേഷം ജാസ്മിനും അതുപോലെ രതീഷും റസ്മിനായിട്ടൊക്കെ സംസാരിക്കുന്നു. ജാസ്മിനെ നിനക്ക് എൻ്റെ അടുത്ത് പിണക്കമാണോ എന്താണ് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഓ ആ രതീഷ് വരും എന്ന രീതിയിൽ അതൊക്കെ ഗെയിമാണ്, ഞാനിപ്പോൾ നോർമലായിട്ടാണ് വന്നിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. രംഗത്തോടു കൂടി ഇന്നത്തെ BB+ തീർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് റസ്മിൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രതീഷും വന്നിട്ടുണ്ട്, അപ്സരയും വന്നിട്ടുണ്ട് കേട്ടോ. നാളെ അടിപൊളിയായിട്ട് ഗബ്രിയുടെ എൻട്രിയൊക്കെ വരുന്നുണ്ട്. എന്തായാലും നാളത്തെ റിവ്യൂവിനെ കാത്തിരിക്കുക. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേഷ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.